മാഡം പറഞ്ഞു അത് തന്നെ അത് പറഞ്ഞു അത് പറഞ്ഞത്. പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലുന്നുള്ളത്. ഞാൻ വേറെ ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. ആണ് പെണ്ണായി ഇത് കഴിഞ്ഞിട്ടല്ലേ പോണത്. ഇതിപ്പോ നാളെ ഇന്ന് രാത്രിയാണ് സംഭവമാണ്. നാളെ എനിക്ക് കൊടുക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോഴെങ്കിലും എനിക്ക് കൊടുത്താൽ മതി. ഫോൺ കൊടുത്തില്ല. മെമ്മറി കാർഡ് അവിടെ ഞാൻ രണ്ടു മൂന്നെണ്ണത്തിന് കോപ്പി ചെയ്തെടുത്തായി. രണ്ടു മൂന്നെണ്ണത്തിന് കോപ്പി ചെയ്തിട്ട് ഓർഡർ മിസ്സായാലും ഓർഡർ അവിടെ കിട്ടും. അതൊക്കെ 3 കോപ്പി എടുത്തു. 3 കോപ്പി എടുത്തു. ഒന്ന് ലോയറിന് കൊടുത്തു. ലോയർക്ക് പുറത്തില്ല. എന്റെ ഫേസിൽ നമ്മൾ ഫേസ് ഇങ്ങനെ അവർക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ ആ സാധനം നമ്മൾ വയ്ക്കണം. ഇത് മറ്റേ എന്താണ് കേസ് കഴിയുമ്പോൾ തന്നോട്ടോ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കേസിൽ വക്കീലന്മാരെയും അവരവിടെ അവരത് വെച്ച് കൂട്ടും. നമ്മൾ ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ തരും. നമ്മൾ ഈ സാധനം സ്റ്റേഷനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. ഞാൻ അതെല്ലാ സാധനം അവിടെ ഇടും. ഇത് നമുക്ക് ഓൾറെഡി 28 വയസ്സിന് മുമ്പ് പറയാവുന്ന കാര്യമല്ലേ. കോപ്പി ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിലിട്ടാണോ കോപ്പി? മൊബൈലിൽ. 3 മെമ്മറി കാർഡ് ഒക്കെ കയ്യിലുണ്ടായിരുന്നോ? പേഴ്സിന്റെ ഉള്ളിൽ ഓർമ്മ പഠിച്ചു, ഓർമ്മ അടച്ചു. ഞാൻ പേഴ്സ് ചെയ്യിച്ചു. ഞാൻ ബാക്കി എന്റെ കയ്യിൽ ഒരു കോപ്പി മറ്റു വക്കീലിന് കൊടുത്തു എന്ന് നമുക്ക് എല്ലാവരും അറിയാം. ഒരെണ്ണം ലക്ഷ്യയിലാണ്, മറ്റേത് എവിടെയാണെന്ന് അറിയാം. മറ്റേ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആഗ്രഹമുണ്ടാവില്ല നമ്മുടെ ഈ കോപ്പികൾ, ഈ ദൃശ്യങ്ങൾ തപ്പിയാണ് കായലിൽ വരെ മുങ്ങി നോക്കിയത്. വത്സസുനി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്, ആരോടാണ്, ഏത് സമയത്ത് പറഞ്ഞിരിക്കുന്ന ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തോടാണ് പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇത് ഏത് സമയത്ത് പറഞ്ഞതാണ് എന്നുള്ളത് കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ ഒരു കോപ്പിയുടെ അശ്ലീല ദൃശ്യത്തിന്റെ 3 പതിപ്പുകൾ കയ്യിലുണ്ട്, 3 കോപ്പികൾ കയ്യിലുണ്ടെന്നും അതിൽ ഒന്ന് തന്റെ പക്കൽ വെച്ചിരിക്കുന്നു, തന്റെ പേഴ്സണൽ മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുനി നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളത്. ഈ ഒരു നടിക്ക് ഈ ഒരു കേസ് ഇത്രയും രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതിയില്ല. കാറിൽ കയറി തന്നോട് സംസാരിക്കുമ്പോൾ തന്നെ താൻ ആരാണെന്നുള്ള കാര്യം നടിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും സുനി വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ദിലീപ് ആണ് എന്നുള്ള കാര്യം താൻ നടിയോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലായി. അത് മറയ്ക്കാൻ വേണ്ടി താൻ ഈ ഒരു കൊട്ടേഷൻ തന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഞാൻ ഈ ഒരു കാര്യം നടിയോട് സംസാരിക്കുമ്പോൾ തന്നെ അത് ദിലീപാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നടിക്ക് മനസ്സിലായി എന്നാണ് സുനി വ്യക്തമാക്കുന്നത്. ദിലീപിനെ രക്ഷിക്കാനായിട്ടാണ് ഈ ഒരു കൊട്ടേഷൻ തന്നിരിക്കുകയാണെന്നും ഇതൊരു സ്ത്രീയാണ് തന്നതെന്നും താൻ നടിയോട്